രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങാ ദോശ. ഈ ദോശ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം, ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സോക്കിംഗ് ടൈം മാത്രമേ ആവശ്യമുള്ളൂ. പച്ചരി, തേങ്ങ ഗ്രേറ്റ് ചെയ്തത്, ജീരകം, കുരുമുളക്, ഉപ്പ്, എണ്ണ, ഇത്രയേ ഉള്ളൂ. ഒരു മിക്സി ജാറിൽ അരി, തേങ്ങ, ജീരകം, കുരുമുളക് ഇട്ടിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയണം. ഇതേപോലെ നല്ല നല്ല റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നന്നായി അരച്ചെടുത്തതാണത്. ഇതാണ് കൺസിസ്റ്റൻസി. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയ ശേഷം ദോശ ഇങ്ങനെ പരത്തിയെടുക്കുക. എണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അത്രയും നന്നായിരിക്കും. ഇതിലൊക്കെ കുറച്ച് ഇങ്ങനെയുള്ള ദോശകൾക്ക് കുറച്ച് എണ്ണ അധികം യൂസ് ചെയ്താലും കുഴപ്പമില്ല, ടേസ്റ്റ് നന്നായിരിക്കും. എൻ്റെ അമ്മൂമ്മയുടെ കാലത്തൊക്കെ ഈ ദോശ നന്നായിട്ട് തിക്ക് ബാറ്ററായിട്ടാണ് ഉണ്ടാക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ അത് ദോശക്കല്ലിൽ പരത്തിയെടുക്കും. ഇപ്പം നമ്മൾ കുറച്ച് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലൂസായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. ഞങ്ങൾ റെഗുലറായി ചെയ്യണ ദോശയാണിത്. നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കേണ്ട ഒരു ദോശയാണ്. തണുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല, കുറച്ച് ഹാർഡാവും, കാരണം പച്ചരിയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, അരച്ച ഉടനെ നമ്മൾ ദോശ ഉണ്ടാക്കി കഴിക്കേണ്ടതാണ്, കാരണം മാവ് പുളിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല കഴിക്കാനായിട്ട്. എല്ലാവരും ഈ ദോശ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കും അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.